സ്കൂളിന്റെ ഈ ഗ്രൗണ്ടിലൂടെയുള്ള ഈ പിന്നെ 3 ഫേസ് ലൈൻ ഇവിടുന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അതോടൊപ്പം അന്ന് ഈ സംഭവത്തിൽ സാക്ഷികളായ ഈ കുട്ടികൾക്കെല്ലാം കൗൺസിലിംഗ് നൽകുന്നതിന് ആവശ്യമായ നിർദ്ദേശം DCPക്ക് നൽകിയിട്ടുണ്ട്. തീർച്ചയായും ആ നിയമപരമായ നടപടികൾ ഇതോടൊപ്പം തന്നെ തുടരും. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പഠനയോഗ്യമാണെന്ന് തോന്നുന്നില്ല. പഠനയോഗ്യമല്ലാത്ത ക്ലാസ് മുറികൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ഈ നേരത്തെ നടന്ന മീറ്റിങ്ങിന്റെ ശേഷം അതിൽ വന്ന നിർദ്ദേശങ്ങൾ കൂടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, KCBയുടെ ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ DYSP ഉണ്ടായിരുന്നു, അതോടൊപ്പം ഈ കൺസൾട്ട് AU ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ കൂടിച്ചേർന്ന് മാനേജ്മെന്റുമായി സംസാരിച്ചു, അധ്യാപകരുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഏറ്റവും ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത് സ്കൂളിന്റെ ഈ ഗ്രൗണ്ടിലൂടെയുള്ള ഈ 3 ഫേസ് ലൈൻ ഇവിടുന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ റിക്വസ്റ്റ് മാനേജ്മെന്റ് KSCBക്ക് നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലൈനിൽ നിന്ന് കൊടുത്തിട്ടുള്ള കണക്ഷൻ 3 ഫേസ് ഗേൾസ് സ്കൂളിന് കൊടുത്തിട്ടുള്ള കണക്ഷൻ മുൻവശത്ത് കൂടിയുള്ള കെട്ടിടത്തിലൂടെ അവിടെ കൊടുക്കുവാനും ഇത് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആ ഒരു വീട്ടുകാർക്ക് മാത്രമേ ഈ ഒരു നിലവിലുള്ളൂ. അതിന് ആ പോസ്റ്റ് മാറ്റി അവർക്കൊരു പോസ്റ്റ് അനുവദിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ ചെലവ് സ്കൂൾ മാനേജ്മെന്റ് വഹിക്കേണ്ടതാണ്. അതോടൊപ്പം ആ വീട്ടിലേക്ക് ലൈൻ വലിക്കുന്നതിനാവശ്യമായ മരങ്ങൾ മുറിച്ചു മാറ്റും. അതിനാവശ്യമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സംബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ആ കാര്യങ്ങൾ നിർവഹിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ലൈനുകൾ ഈ സ്കൂളിന്റെ മിഡിലൂടെ പോകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, മറ്റ് നിയമ നടപടികൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പോലീസിന്റെ ഭാഗമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് നിയമം അനുശാസിക്കുന്ന തരത്തിൽ ശക്തമായ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം പോലീസിന് കൊടുത്തിട്ടുണ്ട്. അനധികൃതമായ കെട്ടിടങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ എതിരെ നടപടി സ്വീകരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശം പഞ്ചായത്തിനും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കുമെന്ന് KSCB ഉറപ്പ് നൽകിയിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതോടുകൂടെ ഈ 3 ഫേസ് ലൈൻ ഇതുവഴി പോകുന്നത് ഇല്ലാതാവുന്ന ഒരു അന്തരീക്ഷമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്ത തീരുമാനത്തിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. പഠനയോഗ്യമല്ലാത്ത ക്ലാസ് മുറികളുണ്ടെങ്കിൽ യാതൊരു തരത്തിലും അത്തരം ക്ലാസ്സുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒഴിവാക്കണം എന്ന് തന്നെയുള്ള നിർദ്ദേശവും കൂടെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കൂടുതൽ നല്ല അന്തരീക്ഷവും ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇവിടെയുള്ള ഈ നമ്മുടെ മരണപ്പെട്ടു പോയിട്ടുള്ള ആ കുഞ്ഞിൻ്റെ സഹപാഠികൾക്ക്, അതോടൊപ്പം അന്ന് ഈ സംഭവത്തിൽ സാക്ഷികളായ ഈ കുട്ടികൾക്കെല്ലാം കൗൺസിലിംഗ് നൽകുന്നതിന് ആവശ്യമായ നിർദ്ദേശം DCPക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ നടപടികളും എടുക്കും. ഇത്രയുമാണ് ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുള്ളത്. ഈ തീരുമാനങ്ങളെല്ലാം തന്നെ ഞങ്ങളിവിടെ മിനിറ്റ്സ് ആക്കിയിട്ടുണ്ട്. ആ മിനിറ്റ്സിൽ ഞങ്ങൾ എല്ലാവരും തന്നെ ഒപ്പിട്ടിട്ടുണ്ട്. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. തീർച്ചയായും ആ നിയമപരമായ നടപടികൾ ഇതോടൊപ്പം തന്നെ തുടരും. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. നിലവിൽ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളിലേക്ക് വരുമ്പോൾ നല്ല അന്തരീക്ഷം ഉണ്ടാവുക, ഈ ലൈൻ പോകുന്നുണ്ട് എന്നുള്ള ഭയം അവരിൽ നിന്ന് ഒഴിവാക്കണം. അതിനുള്ള അടിയന്തര ഇടപെടലാണ് ഞങ്ങളിപ്പോഴും നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നടപടികൾ ചെയ്യും. മറ്റ് നിയമപരമായ നടപടികളെല്ലാം അത് അതുപോലെ തന്നെ ആരൊക്കെയാണോ ഉത്തരവാദികൾ അവർക്കെതിരായിട്ടുള്ള നടപടികൾ, പോലീസിന്റെ നിയമപരമായ നടപടികൾ, ഇതെല്ലാം കൃത്യമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായും അതങ്ങനെ തന്നെ നടക്കുള്ളൂ. അങ്ങനെയല്ലാതെ നടക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോഴുള്ള ക്ലാസ് മുറി പഠനയോഗ്യമാണെന്ന് തോന്നുന്നുണ്ടോ? ബാലഭാഷ കമ്മീഷൻ അതാണ് ഞാൻ പറഞ്ഞത്. പഠനയോഗ്യമാണെന്ന് തോന്നുന്നില്ല. പഠനയോഗ്യമല്ലാത്ത ക്ലാസ് മുറികൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ഫിറ്റ്നസ് അല്ലാത്ത കെട്ടിടവും ഏത്
എന്താ ഉള്ളത്? ആ അതാണ് പറഞ്ഞത്. അത്തരം ക്ലാസ് മുറികൾ തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. അവിടെ ക്ലാസ് നടത്താൻ വേണ്ടി പാടില്ല. അത് പരിശോധിക്കും. അത്തരം കാര്യങ്ങളിലൊക്കെ പരിശോധനയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. പിന്നെ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഒന്നും ഉണ്ടാവില്ല. അത് കമ്മീഷനുകളിൽ ആരൊക്കെ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നുള്ള പരിശോധന കമ്മീഷൻ കൃത്യമായിട്ട് നടത്തും. അതിന് പുറമെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. കുട്ടികളിൽ നിന്ന് ഭയം മാറ്റാനുള്ള അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയമാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ തീരുമാനമെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അത് അതുപോലെ തന്നെ നിയമപരമായ നടപടികളും ഔദ്യോഗിക തലത്തിൽ നടപടികളും എല്ലാം അത് അതുപോലെ തന്നെ തുടരും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.